1887 ഇറ്റലിയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച പിയോ 5-ാം വയസ്സിലെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സ്വയം സമർപ്പിച്ചിരുന്നു. 15-ാം വയസ്സിൽ കപ്പൂച്ചിൻ സഭയുടെ നോവിഷ്യേറ്റിൽ പ്രവേശിച്ച വിശുദ്ധ പാദ്രി പിയോ 1910 പൗരോഹിത്യം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ദീർഘനേര പ്രാർത്ഥനയും ധ്യാനനിർഭരമായ ദിവ്യബലി അർപ്പണങ്ങളും അതീവ ജപമാല ഭക്തിയും കുമ്പസാരക്കൂട്ടിൽ അദ്ദേഹം ചെലവഴിച്ച നീണ്ട മണിക്കൂറുകളും അനേകരിൽ മാനസാന്തര ഫലങ്ങൾ പുറപ്പെടുവിച്ചു. സ്വർഗീയ ദർശനങ്ങളും ദിവ്യാനുഭൂതികളും പിശാചിൻ്റെ നേരിട്ടുള്ള ആക്രമണങ്ങളും അത്ഭുത പ്രവർത്തന വരങ്ങളും പ്രവചനങ്ങളും ദ്വിസാന്നിധ്യപരവും അതിശയകരങ്ങളായ മാനസാന്തരങ്ങളും കൊണ്ട് ജനങ്ങൾക്കിടയിൽ വൻ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിന് പഞ്ചക്ഷത വരവും സിദ്ധിച്ചതോടെ അധികാരികൾ സംശയത്തോടെയും ഭീതിയോടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു തുടങ്ങി. പ്രതിവാര കുമ്പസാരം, അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം, ആത്മീയ ഗ്രന്ഥവായന, ധ്യാനം, ആത്മപരിശോധന എന്നിവയിലൂടെ അനേകരെ ആത്മീയ പാതയിൽ അഭിവൃദ്ധിയിലേക്ക് നയിച്ചെങ്കിലും 1920 അദ്ദേഹത്തിൻ്റെ പൊതു ശുശ്രൂഷകൾക്ക് സഭാ നേതൃത്വം വിലക്കേർപ്പെടുത്തി. വിധേയത്വത്തോടെയും എളിമയോടെയും പരിഹാര പ്രായശ്ചിത്ത പ്രാർത്ഥനാ ജീവിതം പിന്തുടർന്ന അദ്ദേഹത്തെ 1933 പിയൂസ് 11 പാപ്പ വിലക്കിൽ നിന്ന് മുക്തനാക്കുകയും 1960 പോൾ 6 പാപ്പ അദ്ദേഹത്തിനെതിരായുള്ള എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയും ചെയ്തു. 1947 അന്ന് വൈദികനായിരുന്ന ജോൺ പോൾ 2 പാപ്പയോട് അദ്ദേഹത്തിന് സഭയിൽ ലഭിക്കാനിരിക്കുന്ന ഉന്നത പദവിയെപ്പറ്റി പ്രവചിച്ച പാദ്രി പിയോ ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും ലക്ഷ്യമാക്കി തൻ്റെ ശുശ്രൂഷകൾ തുടരുകയും 1968 സെപ്റ്റംബർ 23 81-ാം വയസ്സിൽ കുമ്പസാരിച്ച ശേഷം നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അന്ത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു.